24 വർഷം മുമ്പ് ഇതുപോലൊരു ജനുവരി 15-നാണ് വിക്കിപീഡിയ എന്ന ഓൺലൈൻ സൗജന്യ എൻസൈക്ലോപീഡിയ സ്ഥാപിതമായത്. പിൽക്കാലത്ത് വിക്കിപീഡിയ ഇന്റർനെറ്റിന്റെ ഏറ്റവും പരിചിതമായ ഇടങ്ങളിലൊന്നായി മാറി. എന്തുമറിയാനുള്ള പ്രാഥമിക സ്രോതസ്സായി ഈ എൻസൈക്ലോപീഡിയ ഉപഭോക്താക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ വിക്കിപീഡിയ ആരംഭിച്ച ദിനം പിന്നീട് വിക്കിപീഡിയ ദിനം എന്നറിയപ്പെടുവാനും തുടങ്ങി. ആശയങ്ങളുടെ കരുത്തിൽ 1993-ൽ റിക് ഗേറ്റ്സ് ആണ് സ്വതന്ത്ര ഓൺലൈൻ എൻസൈക്ലോപീഡിയ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രണ വ്യവസ്ഥയില്ലാതെ ഉപഭോക്താക്കൾക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഓൺലൈൻ വിവര സംഭരണിക്കായി 1998-ൽ റിച്ചാർഡ് സ്റ്റാൾമാൻ ക്യാമ്പയിൻ ചെയ്തു. ഇതിനിടെ ന്യൂപീഡിയ എന്നൊരു ഡിജിറ്റൽ എൻസൈക്ലോപീഡിയ സ്ഥാപിതമാവുകയും ചെയ്തു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ജിമ്മി വേൾഡ്, ലാറി സാങ്കർ എന്നിവർ വിക്കിപീഡിയ സ്ഥാപിച്ചത്. എന്താണ് വിക്കിപീഡിയയിലെ വിക്കി? ഇതൊരു ഇന്റർനെറ്റ് പ്രസിദ്ധീകരണ രീതിയാണ്. വിക്കി എഞ്ചിനുകൾ എന്നറിയപ്പെടുന്ന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇവയുടെ പ്രവർത്തനങ്ങൾ. മറ്റുള്ളവർക്ക് സംഭാവനകൾ നൽകാനും എഡിറ്റ് ചെയ്യാനും വിക്കിപീഡിയ പ്രാപ്തമാക്കുന്നത് വിക്കി എഞ്ചിനുകളാണ്. ജനിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇംഗ്ലീഷ് അല്ലാതെയുള്ള ഭാഷകളിലേക്കും വിക്കിപീഡിയ കടക്കുകയും ചെയ്തു. 2001 മാർച്ച് 16-ന് ജർമ്മൻ ഭാഷയിലാണ് ആദ്യമായി ഇത്തരം സേവനം കിട്ടിത്തുടങ്ങുകയും ചെയ്തത്. പിൽക്കാലത്ത് ഇതര ഭാഷാ വിക്കിപീഡിയകൾ വലിയ വളർച്ച നേടി. മലയാളത്തിൽ വിക്കിപീഡിയ 2002 ഡിസംബർ 21-നാണ് ആരംഭിച്ചത്. ജൂലൈ 2023-ലാണ് ഹിന്ദിയിൽ വിക്കിപീഡിയ തുടങ്ങിയത്. ഇന്ന് 20-ലധികം ഇന്ത്യൻ ഭാഷകളിൽ വിക്കിപീഡിയ ലഭ്യമാണ്. 2005-ലാണ് വിക്കിപീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ വിവാദമുണ്ടായത്. സേഗൻ ടേലർ സംഭവം എന്ന് ഇതറിയപ്പെടുന്നു. ജോൺ സേഗൻ ടേലർ എന്ന മാധ്യമപ്രവർത്തകന്റെ പേരിൽ വ്യാജ ജീവചരിത്രം എഴുതി വെച്ചതാണ് ഇതിന് തുടക്കമിട്ടത്. കെന്നഡി വധക്കേസിലും മറ്റും സേഗൻ ടേലർ പ്രതിയാണെന്നതുൾപ്പെടെ പരാമർശങ്ങൾ ഈ ജീവചരിത്രത്തിലുണ്ടായിരുന്നു. മാസങ്ങളോളം ഈ ജീവചരിത്രം വിക്കിപീഡിയയിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു. സംഭവം വിവാദമായതോടെ എഴുത്തുകാർക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ പരിഹാര നടപടികൾ വിക്കിപീഡിയ നടപ്പിൽ വരുത്തി. അതോടെയാണ് ഇപ്പോൾ കാണുന്ന വിക്കിപീഡിയ നിലവിൽ വരുന്നത്. അതിനു മുമ്പ് വിക്കിപീഡിയയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും ആഡ് ചെയ്യാനും സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് വിക്കിപീഡിയ വരുത്തുന്നുണ്ട്. എന്താണെങ്കിലും വിക്കിപീഡിയ എന്നുള്ളത് ലോകത്താകമാനം വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. എന്താണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ വളരെ അധികമാണ്.